മാങ്ങഞ്ചി കൃഷിക്കാരനാണത്. അതെ, മാങ്ങഞ്ചി. ഇത് നമ്മളിവിടെ മാങ്ങഞ്ചി ഉണ്ടാക്കും. ഏക്കറയുടെ മുകളിൽ സ്ഥലമുണ്ട്, ഫുള്ള് മാങ്ങഞ്ചിയാണ്. ഫുള്ള് മാങ്ങഞ്ചിയാണ്. ഒരാളുടെ മാങ്ങഞ്ചിയുടെ ഉള്ളിൽ ഒരാൾ നിൽക്കും. ഒരു സാധനം ഇതിൽ ഇടണ്ട, ഒരു വെള്ളമില്ലാത്ത സാധനമാണ്. രാസവളമൊന്നും ഇല്ലാത്ത ഒരു സാധനം ഇടേണ്ട ആവശ്യമില്ല. മാങ്ങഞ്ചി കഴിഞ്ഞ പ്രാവശ്യം ഈ സ്ഥലത്ത് മാങ്ങഞ്ചി പറിച്ചിട്ടേ 1 ലക്ഷം റുപ്യന്റെ മുകളിൽ വിറ്റിട്ടുണ്ട്. ഇതോ? പിന്നെന്താ, ഒരു മാങ്ങഞ്ചി സംഗതി. ഇത് നല്ല വെള്ളം കിട്ടും, അത് കഴിച്ചിപ്പോണ് ഗുജറാത്തിക്ക്. അല്ലേ? അച്ചാർ ഐറ്റംസ് ആയിട്ട് പോവുകയാണ്. അപ്പോ ചില സീസണില്. പക്ഷെ ഇതിന് എന്താ ഒരു ഇത് എന്ന് പറഞ്ഞാൽ പന്നി തിന്നൂല. പന്നിയില്ല ഈ സാധനം, ഇതിന്റെ വാസന കേട്ടാല്. ഇല്ലല്ല. അപ്പൊ ഇത്ര ഏരിയയില് ഉണ്ടാവും. വെറും മാങ്ങഞ്ചി. അപ്പൊ ആൾക്കാര് ഒരു വരിയില്ലാണ്ട് കളഞ്ഞിരുന്ന സാധനമാണ്. അപ്പൊ നമ്മളത് ഉണ്ടാക്കി വലിയ കുഴപ്പമില്ലാണ്ട് നല്ല ഒന്നും ഇട്ടെടുക്കൂല. അത് കാര്യം ഉറപ്പാണ്. കാരണം എന്താണോ, ഇത് ഇങ്ങനെ ഞങ്ങളവിടൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഒന്നാന്നോ നമ്മളവിടെ വില കിട്ടുന്നില്ല. അപ്പൊ ഉള്ളോലേ നമ്മൾ എത്തിച്ചാൽ മതി. സാധനങ്ങൾ എടുക്കുവോ? പിന്നെ നമ്മൾ എടുക്കും. എത്ര ടൺ കണക്കിനുണ്ടെങ്കിലും നമ്മൾ സാധനം എടുക്കുമല്ലേ. നമ്മള് ആളുകളിൽ പറഞ്ഞോണ്ട്. പിന്നെ നമ്മളെ അറിയാത്തൊരു കൃഷിയാണ്, അറിയാത്ത കൃഷി. അപ്പൊ നല്ല വിപണിയിൽ നമ്മൾ എത്തിക്കും. അപ്പൊ ഈ കള്ളപ്പന്നികൾ ഇങ്ങോട്ട് വന്നിട്ടില്ല? ഇല്ലല്ല, കള്ളപ്പന്നി ഇങ്ങോട്ട് വരില്ല. ഒരിത് വല്ലാണ്ട് തിന്നൂല. ഇതിന്റെ ഞങ്ങളുടെ അതിലൊക്കെ കള്ളപ്പന്നികളാണ്. ഒരുപാട് സ്ഥലം കിട്ടും. ഇതിന്റെ രുചികളെ കഴിഞ്ഞ പ്രാവശ്യം 2 ലക്ഷം എത്രക്ക് വിറ്റ്? 2 ലക്ഷത്തിനൊക്കെ മുകളിൽ നമ്മളിത് വിറ്റിട്ടുണ്ട്. ഈ ഏരിയ ഉള്ളു കേട്ടോ, കൂടുതലൊന്നുമില്ല. അത് എത്ര ഏരിയ ഉള്ളു? ഒരേക്കർ. അപ്പൊ എല്ലാരും ഈ കൃഷിയിലേക്ക് ഇറങ്ങുക അല്ലേ? ഒരു കൃഷിക്കാരനാണ്. അതൊക്കെ പൂളിയും പൊരിച്ചു. പൂള കച്ചവടം ഉണ്ട്. പൂള ചിപ്സ് കച്ചവടം ചെയ്യുന്നുണ്ട് കൊപ്പത്ത്. അപ്പൊ എല്ലാരും ഓന്റെ ചിപ്സ് കടയിൽ വന്നിട്ട് എല്ലാരും ചിപ്സ് വാങ്ങാൻ പറയാ. ചിപ്സ് വാങ്ങാം. അപ്പൊ അങ്ങനെയൊക്കെ പാടൊരു വീഡിയോനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം.